ഹായ് ഓൾ വെൽക്കം ടു പ്ലേ വിത്ത് കെ ടി യു. ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാളെ നമ്മുടെ S3 കുട്ടികൾ എഴുതാൻ പോകുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന പേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടേ പോവുള്ളൂ. വേറെ എന്തൊക്കെ നോക്കിയില്ലെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓടിച്ചെങ്കിലും നോക്കിയിട്ടേ പോവുള്ളൂ. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും നമ്മളിന്ന് നോക്കുക. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം എക്സ്പെക്ട് ചെയ്യേണ്ട. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഫംഗ്ഷൻ ഓറിയൻറ്റഡ് വേഴ്സസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും ചോദിക്കും. പിന്നെ കൺസെപ്റ്റ്സ് ഓഫ് സൂപ്സ്, അതൊരു 14 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7 മുതൽ 14 മാർക്കിന് വരെ ചോദിക്കുകയാണെങ്കിൽ. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ജാവ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, 6 ഫീച്ചേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം, അങ്ങനെയൊന്നും ചോദിക്കില്ല. മിക്കവാറും ചോദിക്കുന്നത് വൈ ജാവ ഇസ് സെറ്റ് ടു ബി റോബസ്റ്റ്, അല്ലെങ്കിൽ വൈ ജാവ ഇസ് സെറ്റ് ടു ബി സെക്യൂർ, അല്ലെങ്കിൽ വൈ ജാവ ഇസ് സെറ്റ് ടു ബി പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അതെന്താണ്, നിങ്ങൾ റോബസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, സെക്യൂർ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന്, അല്ലെങ്കിൽ ജാവ എങ്ങനെയായിരിക്കും അങ്ങനെ ആവുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജിറ്റ്, ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ, JRE, JVM, ജാവ വെർച്വൽ മെഷീൻ, ഇതെല്ലാം എന്താണെന്ന് ചോദിക്കാം. ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ ചോദിക്കാം. 3 മാർക്കിനൊക്കെ ആയിരിക്കും സാധാരണ ചോദിക്കാറ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ലെക്സിക്കൽ ഇഷ്യൂസ് ഇൻ ജാവ, അതെന്തായാലും ചോദിക്കും. പിന്നെ UML ഡയഗ്രാം ചോദിക്കാത്തൊരു പേപ്പർ ഇല്ല ഇതുവരെ. അപ്പോൾ നിങ്ങളത് നോക്കി പഠിച്ചു വെച്ചിരിക്കണം, എങ്ങനെയാണ് അത് വരയ്ക്കുന്നതെന്ന് നോക്കി വെച്ചിരിക്കണം. എസ്പെഷ്യലി നമ്മുടെ ATMൻ്റെയും ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റത്തിൻ്റെയൊക്കെ നോക്കി വെച്ചിരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല എളുപ്പമായിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് പഠിക്കാതെ പോകരുത് കേട്ടോ. ബേസിക് തിയറിയാണ് ഫുള്ള്. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കൺസ്ട്രക്ടർ, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം നോക്കി വയ്ക്കണം. പിന്നെ ആക്സസ് സ്പെസിഫൈസ് ഏതൊക്കെയാണ്, പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, ഇത് മൂന്നും നോക്കി വെച്ചിരിക്കണം. പിന്നെ ചിലപ്പോൾ ചോദിക്കാം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതെന്താണ്, ഇത് മൂന്നും എന്താണ്, അല്ലെങ്കിൽ 4 സംഭവങ്ങളും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. പിന്നെ മെത്തേഡ് ഓവർലോഡിങ്, മെത്തേഡ് ഓവർ റൈഡിങ്, എസ്പെഷ്യലി മെത്തേഡ് ഓവർ റൈഡിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രോഗ്രാമായിട്ട്. ലൈക്ക് സബ് ക്ലാസ്, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ ഓവർ റൈഡ് ചെയ്യുക, പിന്നെ അതിൻ്റെ ഇൻസ്റ്റൻസസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്, നോക്കി വെച്ചിരിക്കണം, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. പിന്നെ ഫൈനൽ കീവേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ റെലവൻസ് എന്ന് ചിലപ്പോൾ ചോദിക്കും. കാരണം ഇത് തേർഡ് മൊഡ്യൂളിൽ ഫൈനലി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് വരുന്നതുകൊണ്ട്, കൗണ്ടറായിട്ട് വരുന്നതുകൊണ്ട് ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ജാവയുടെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, നിങ്ങൾ സിയിലൊക്കെ പഠിച്ചതുപോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി എഴുതിയാൽ മതി. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു അറേ തന്നിട്ട് അതിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് കാണും. അതിനകത്ത് നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് ഓഫ് ആൻ എലമെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ നമ്പർ എത്രയാണ് കൗണ്ട് ചെയ്യാൻ, അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ നോക്കി വെച്ചിട്ട് പോകേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഹൗ ഒബ്ജക്ട്സ് ആർ പാസ്ഡ് ആസ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്, എങ്ങനെയാണ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ആയിട്ട് ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുക, ഇതിൻ്റെ ഒരു പ്രോഗ്രാം, അതൊരു എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ ആയിരിക്കും മിക്കവാറും ചോദിക്കുക, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഒരു പ്രോഗ്രാമായിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ തീരെ അറിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അൽഗോരിതം പോലെ എഴുതി ബൈ വേർഡ്സ് എഴുതിയാലും മതി. പിന്നെ സ്യൂഡോ കോഡ് എഴുതുന്ന ആൾക്കാർക്ക് അങ്ങനെ എഴുതാം. പിന്നെ മൊഡ്യൂൾ 3 വരുമ്പോഴത്തേക്കും ബേസിക്കലി അത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്താണെന്ന് പഠിക്കണം. പിന്നെ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ്, പ്രീ ഡിഫൈൻഡ് എക്സെപ്ഷൻസ് എല്ലാം പഠിക്കണം. പിന്നെ ട്രൈ ക്യാച്ച്, ത്രോസ്, ഫൈനലി, ഈ 4 ബ്ലോക്കും പഠിക്കണം. ഇതിനകത്ത് എസ്പെഷ്യലി ട്രൈ ക്യാച്ച് തമ്മിലുള്ള വ്യത്യാസം, ത്രോസ് തമ്മിലുള്ള വ്യത്യാസം, ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് നോക്കി പഠിച്ചിട്ട് പോകണം. പിന്നെ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചിട്ട് പോകണം. പിന്നെ ചെക്ക്ഡ് ആൻഡ് അൺചെക്ക്ഡ് എക്സെപ്ഷൻസ്, പിന്നെ റിവേഴ്സ് മെത്തേഡ്, പിന്നെ ഒബ്ജക്ട് സ്ട്രീം സീരിയലൈസേഷൻ, നമ്മുടെ ഡാറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സീരിയലൈസേഷൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പിന്നെ ഇൻ്റർഫേസ് ഇൻ ജാവ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോയാൽ മതി. ഫയൽ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ്, അത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു പ്രോഗ്രാം ചോദിക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും 3 നമ്മുടെ ഫയൽ ഹാൻഡ്ലിംഗ്, റീഡ്, റൈറ്റ്, പ്രിൻറ്റ്, ഒരു ഫയലിനകത്ത് എങ്ങനെ ഫയലിനകത്തുള്ള ഡേറ്റാസ് റീഡ് ചെയ്യാം, ഫയലിൽ എങ്ങനെ റൈറ്റ് ചെയ്യാം, അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം, ഇങ്ങനെയുള്ളൊരു ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചോദിക്കാൻ സാധ്യതയുണ്ട്. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എളുപ്പമുള്ളൊരു മൊഡ്യൂളാണ്. അതിനകത്ത് വരുന്ന ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ത്രെഡ്, പിന്നെ മൾട്ടി ത്രെഡിങ്, ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം, മൾട്ടി ത്രെഡിങ്ങിൻ്റെ ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ത്രെഡിങ് വെച്ചിട്ടുള്ള പ്രോഗ്രാമോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവൻറ്റ് ഹാൻഡ്ലിങ്, എങ്ങനെയാണ് ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവൻറ്റ് ഹാൻഡ്ലിങ് നിങ്ങൾ ഭാവിയിലത്തേക്ക് കൂടെ വേണ്ടി ജസ്റ്റ് പഠിച്ച് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ജാവയുടെ അഡ്വാൻസ് ലെവലിലൊക്കെ പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ജാവ സ്ക്രിപ്റ്റ് പോലുള്ള ലാംഗ്വേജ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവൻറ്റ് ഹാൻഡ്ലിങ്, പ്രോഗ്രാമിങ്ങിനൊക്കെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഇവൻറ്റ് ഹാൻഡ്ലിങ്. അപ്പോൾ ഇവൻറ്റ് ഹാൻഡ്ലിങ് നിങ്ങൾ ജസ്റ്റ് അതിനും കൂടെ ഇനി പഠിക്കാൻ സമയമില്ല, എന്നാലും നിങ്ങളത് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കോൺഷ്യസ് ആയിട്ടൊന്ന് പഠിക്കുക.
ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഇവന്റ് ലിസണർ ഇന്റർഫേസസ് എന്താണെന്ന് നോക്കുക. പിന്നെ സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് ഇവ ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. പിന്നെ സിങ്ക്രണൈസ് എന്ന് പറയുന്ന കീവേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കി വയ്ക്കുക. പിന്നെ കളക്ഷൻ ഇന്റർഫേസും കളക്ഷൻ ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കി വയ്ക്കുക. മൊബൈൽ ഫോൺ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റും. ജസ്റ്റ് ഇതൊന്ന് ഓടിച്ച് നോക്കി പഠിച്ചു വെച്ചിട്ട് പോവുക. മൊഡ്യൂൾ 5 വരുമ്പോഴത്തേക്ക് എല്ലാവരും JDBC മാത്രം പഠിച്ചിട്ട് പോകും. അങ്ങനെ ഒരിക്കലും അത് മാത്രം പഠിക്കരുത്. JDBC ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും JDBC ആർക്കിടെക്ചർ ആയിരിക്കും ചോദിക്കുക മിക്കവാറും. അല്ല JDBC എന്താണെന്ന് മാത്രം ചോദിക്കില്ല. പിന്നെ എങ്ങനെയാണ് JDBCയും ലൈക്ക് എങ്ങനെയാണ് നമ്മുടെ ജാവ പ്രോഗ്രാമും ഡാറ്റാബേസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത്. അതൊരു പ്രോഗ്രാമാണ്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കാൻ നോട്ട് ചെയ്ത് വയ്ക്കാൻ നോക്കുക. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ സ്വിംഗ് ആണ്. സ്വിംഗ് API, പിന്നെ സ്വിംഗിൽ എങ്ങനെ ഇവൻ ഹാൻഡിൽ ചെയ്യും, പിന്നെ ലേഔട്ട് മാനേജേഴ്സ്, ഫീച്ചേഴ്സ് ഓഫ് സ്വിംഗ്, ഇതെല്ലാം നോക്കി വയ്ക്കുക. പിന്നെ വരുന്ന ഒരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ കമ്പോണന്റ് വേഴ്സസ് കണ്ടെയ്നേഴ്സ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കി വയ്ക്കുക. അത് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പിന്നെ GUI ചോദിക്കാത്ത പേപ്പർ ഇല്ല. അതുകൊണ്ട് GUI നിങ്ങൾ എങ്ങനെയാണ് GUIയുടെ പ്രോഗ്രാം എഴുതാൻ പഠിക്കുക. പിന്നെ മിക്കവാറും ചോദിക്കാറ് നമ്മുടെ GUI പ്രോഗ്രാം ഒരു അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ് നടത്താൻ 2 എലമെന്റ്സിന്റെ തമ്മിൽ ഒരു കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം ആയിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് നോക്കി പഠിച്ചിട്ട് പോവുക. GUI വെച്ചിട്ട് എന്തായാലും ചോദിക്കും. GUIയുടെ ഒരു നമ്മുടെ ലാസ്റ്റ് ഓവർ ക്വസ്റ്റ്യൻ എന്തായാലും GUI ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പഠിച്ചിട്ട് പോവുക. GUI ചോദിക്കാത്ത പേപ്പേഴ്സ് ഇല്ല. അപ്പം GUI എന്തായാലും നിങ്ങൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്തായാലും നിങ്ങൾ നോക്കി പഠിച്ചിട്ട് വേണം പോകാൻ. ഇത്രയാണ് നമ്മുടെ ജാവയ്ക്കകത്ത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ അധികം ലെങ്ത് കൂട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക. പിന്നെ പ്രോഗ്രാം എഴുതാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായ കൺസെപ്റ്റ് എങ്കിലും ബൈ വേർഡ്സ് എഴുതി വയ്ക്കാൻ നോക്കുക. സ്യൂഡോ കോഡ് എഴുതാൻ അറിയുന്നുള്ള ആൾക്കാർ അങ്ങനെ എഴുതുക. കുറച്ചൊക്കെ എഴുതി വെച്ചാലും നിങ്ങൾക്ക് അറിയുന്നുള്ള കീവേഡ്സ് ഒക്കെ എഴുതി വെച്ചാലും അവർ മാർക്ക് തരും. അതിൻ്റെ വാല്യുവേഷൻ സ്കീം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ മാക്സിമം പഠിച്ച് എഴുതാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.